അപ്പൊ എന്താണ് മനസ്സിലാക്കിയത്? വേറെ ചേച്ചി എന്തൊക്കെയാ പറയണ്ടെന്ന് കേൾക്കാം. ആദ്യമായിട്ടാണ് നല്ലൊരു മനുഷ്യനാണ്. 6 മാസം കൊണ്ട് നല്ലൊരു മനുഷ്യനാണെന്നാണ് നീബ പറയുന്നത്. ഇപ്പൊ നീബയുടെ വീട്ടില് എടുത്തുകഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ, ഇന്നത്തെ പരിപാടി അതുപോലെ തന്നെ നാളത്തെ പരിപാടി തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്നെന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇപ്പൊ നമുക്കറിയാം പോകുന്നു എന്ന് പറയുമ്പോഴാണ് സന്തോഷം. ഇപ്പൊ നാളെ ആണെങ്കിൽ നാളെ ഡേറ്റ് എടുക്കുകയാണെങ്കിൽ അന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പള്ളിയിലെ കുർബാന കഴിയുന്നു, അത് പ്രാർത്ഥനകൾ, അത് കഴിഞ്ഞ് ഫോട്ടോ സെക്ഷൻ പരിപാടി. അവർക്കൊരു ഒട്ടും ഫ്രീ ഉണ്ടാവില്ല. നമ്മൾ അറിയാത്ത ബന്ധുക്കളെ വരെ ഇത് നമുക്ക് മനസ്സിലായില്ല, അമ്മായി അവിടുത്തെ അമ്മായി അങ്ങനെയൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പൊ ഇന്നത്തെ ദിവസമാണ് മറക്കാത്ത ദിവസം, എന്താ പറയുക, മെയിൻ പ്രോഗ്രാമിന്റെ തലേ ദിവസം. അപ്പൊ ഇന്നത്തെ ദിവസം വളരെ മെമ്മറബിൾ ആവട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ രണ്ടുപേർക്ക് വിഷ് ചെയ്യും. അപ്പൊ നിങ്ങൾ മാക്സിമം ഇന്നത്തെ ദിവസം എൻജോയ് ചെയ്യുക, പണികൾ ഏറ്റുവായിക്കുക. നമ്മൾ ഒരുപാട് പണികൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അനുജിന് വേണ്ടിയിട്ട്. നിങ്ങൾ പ്രത്യേകം പറഞ്ഞു എല്ലാ പണികളും ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. മുണ്ട് മടക്കി കുത്തി നിങ്ങളുടെ പണികൾ ഏറ്റുവാങ്ങുന്നതായിരിക്കും അല്ലേ? നമുക്ക് സമയം അനുസരിച്ച് 9 വരെ സമയമുണ്ട്, നമുക്ക് മാക്സിമം പണികൾ തരാം. ഓക്കെ. അപ്പോ നീബയുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നീബയ്ക്ക് അപ്പച്ചൻ, അമ്മ, പിന്നെ 2 സഹോദരികളാണ്. നീബയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അവള് നമ്മുടെ അനുജ് പറഞ്ഞ വരികയല്ലേ, സാബു ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി നീബയുടെ ജീവിതത്തിൽ ഞാൻ ഒരു 1.5 മാസമായിട്ടുള്ള ഒരു വീട്ടിൽ തന്നെയാണ് ഓരോ കാര്യങ്ങൾക്കായിട്ട്. നമുക്ക് അപ്പോൾ സാബു ചേട്ടൻ എന്ന വ്യക്തി ഇവിടെ നാട്ടിലില്ല എങ്കിൽ കൂടി നീബയുടെ ഓരോ കാര്യങ്ങൾക്കും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നീബയുടെ ജീവിതത്തിൽ സാബു ചേട്ടൻ ഇത്രയും വളരെ. സാബു ചേട്ടൻ നാട്ടിലില്ലെങ്കിൽ കൂടി നീബയ്ക്ക് വേണ്ടി ഒരുപാട് ഓടി നടന്നൊരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ 2 സഹോദരങ്ങള്. അവരാണ് നീബയുടെ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലേദിവസത്തിൽ നമ്മുടെ ജോസഫ് ഒരുപാട് നേരം ഉറപ്പൊളിച്ചിരുന്നില്ല ജോസഫ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നീബയുടെ ഫാമിലി മെമ്പേഴ്സിനെ, അപ്പച്ചനെയും അമ്മയും അതുപോലെ തന്നെ ജോസഫിനെയും നിഖിനെയും വളരെയധികം സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് നിമിത്തം ചെയ്യാനുള്ളത് നമ്മുടെ അനുജിന്റെ ഫാമിലിയാണ്. അനുജിന് പപ്പയും മമ്മിയാണുള്ളത്, ആകെ ഒരു മകനാണുള്ളത്. ഞാൻ നിങ്ങൾക്ക് 2 പേർക്ക് ഉറപ്പ്